നമ്മളിവിടെ ഇങ്ങനെ ഒരു ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ച വിവരം നമ്മുടെ ബഹുമാനപ്പെട്ട MLA നമ്മൾ അറിയിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാനുള്ള അസൗകര്യമുള്ളതുകൊണ്ട് അദ്ദേഹം ഇന്ന് ഈ പ്രദേശത്തുള്ള നമ്മുടെ റോഡ് കമ്മിറ്റി, സർക്കാർ തലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റിയിലെ ഭാരവാഹികൾ, പഞ്ചായത്ത് മെമ്പർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വ്യാപാരി വ്യവസായ പ്രസിഡന്റ്, അതേപോലെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള ഈ പ്രാദേശിക നേതാക്കളെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു. അദ്ദേഹം അവിടെ മണിക്കൂറുകളോളം നമ്മുടെ വിഷയങ്ങൾ എല്ലാവരും പറഞ്ഞത് കേട്ടു. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയെക്കുറിച്ച് അപ്പോഴാണ് കൃത്യമായി ഇവിടെ നിന്ന് വന്നിട്ടുള്ളവർക്ക് മനസ്സിലായത്. അതിവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരും തന്നെ ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് ഞാൻ ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ നമ്മളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു. എനിക്കറിയാമായിരുന്നു അവിടെ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചകൾ എന്തായിരുന്നു എന്ന്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, നാടിനെ സ്നേഹിക്കുന്ന ഒരു മുൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അന്ന് തന്നെ ഞാൻ പലരോടും പങ്കുവച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞത് ഈ തോടിന്റെ പാലം അത് ബലക്ഷയമുണ്ടെങ്കിൽ മാത്രം പൊളിക്കും, അതല്ലെങ്കിൽ അത് ആ മുകളിലെ സ്ലാബ് എടുത്തു മാറ്റി അതിന് രണ്ട് സൈഡിലും ബീം വാർത്ത് ആ നിലവിലുള്ള വീതിയല്ല, അതിന് എത്രത്തോളം വീതി ആ റോട്ടിൽ എടുക്കാൻ പറ്റുമോ അത്രയും വീതിയിൽ അത് പുതുതായി സ്ലാബ് വാർത്തിട്ട് ആ കനാൽ പാലത്തിന്റെ ആനുപാതികമായ ഹൈറ്റിൽ അത് ഉയർത്തി പണിയും എന്നാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. അത് സത്യമായിരുന്നു എന്ന് ഇന്ന് ഇവിടെ നിന്ന് വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മനസ്സിലായി. അപ്പൊ MLA അത് നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പറോട് എടുത്ത് ചോദിച്ചു. മെമ്പറെ, തിരുവനന്തപുരത്ത് ചർച്ചയിൽ പറഞ്ഞത്, അന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നില്ലേ? ഈ സ്ലാബ് അത് രണ്ട് സൈഡും സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ അത് പൊളിക്കില്ല. ഇത് ബലക്ഷയമില്ലെങ്കിൽ മുകളിലെ സ്ലാബ് മാത്രം മാറ്റി അത് പണിയുമെന്ന് പറഞ്ഞപ്പോൾ അതല്ലേ നമ്മൾ തീരുമാനം അംഗീകരിച്ച് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ അത് അംഗീകരിച്ചു. അതായിരുന്നു ശരി, അദ്ദേഹവും അത് തന്നെയാണ് പറഞ്ഞിരുന്നത് എന്ന് അവിടെ പറഞ്ഞു. പക്ഷേ ഇത് വേറെ ചിലർ പ്രചരിപ്പിച്ചപ്പോൾ ആ പാലം പൊളിച്ചു മാറ്റാമെന്ന് സമ്മതിച്ചിരുന്നു. പക്ഷേ അത് പൊളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പ്രചരണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കുകയും ചെയ്തത്. ഇവിടെ ഈ കൾവെട്ടുണ്ട്, ആ കൾവെട്ടും പൊളിച്ച് പുതുതായി പണിയുമെന്ന് MLA ഇന്ന് അവിടെ കോൺട്രാക്ടറുമായി സംസാരിച്ച് അതിന് ഉറപ്പ് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹം ഫോണിലൂടെ ആ കോൺട്രാക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. ഈ പൊളിച്ചിട്ടിരിക്കുന്ന ടൈല് നമുക്കറിയാം, നാട്ടുകാർക്ക് മുഴുവൻ ബുദ്ധിമുട്ടാണ്. അതിൽ നിന്നും പൊടിപടലങ്ങൾ പേർന്ന് ആ പ്രദേശത്ത് കടക്കാർക്ക്, നമ്മുടെ ജോബിയുടെ കടയും അതുപോലെ മൂലകുടി പാപ്പയുടെ കടയും അടക്കം അവര് പുക ശ്വസിച്ചുകൊണ്ട് ബാർബർ ഷാപ്പിലെ ബാബുച്ചേട്ടടക്കം ഈ കുറ്റിപ്പുഴക്കാരനിലേക്ക് അടക്കം അതിന്റെ പൊടികൾ വരികയാണ്. അത് ശല്യമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അതിന്റെ പണി ആരംഭിക്കണം എന്ന് MLA നിർദ്ദേശം കൊടുത്തു. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ തീരുമാനം ഒരു നിമിത്തമായി എന്ന് പറയാൻ വളരെ സന്തോഷപൂർവ്വം ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു എളിയ ശ്രമം, നമ്മള് വലിയ ജനപ്രതിനിധികളല്ല, നമ്മള് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഏറ്റവും ആളുകളാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ വിളിച്ചത്. എന്താ ഏടിപ്പൊളിക്ക് അധികാരം ഇങ്ങനെ വിളിക്കാൻ എന്ന് ചോദിച്ചവരോട് ഞാൻ പറയുകയാണ്, ഞാൻ ഈ നാടിനെ സ്നേഹിക്കുന്ന ഒരു പൗരനാണ്. ഒരു പൗരന്റെ കടമ ഈ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അത് പോരായ്മകളുണ്ടെങ്കിൽ നാട്ടുകാരോട് പറയുക, അവരെ സംഘടിപ്പിച്ച് അതിലെ പൂർണ്ണതയിൽ അത് പണി നടത്തിക്കുവാൻ സഹായിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വലിയ ഫണ്ട് 100 ചില്ലാനും കോടി രൂപയാണ് ഈ നാട്ടിലേക്ക് നമ്മുടെ സർക്കാരും നമ്മുടെ MLA-യുടെ മുൻകൈയിൽ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പ്ലാച്ചിപ്പാറ മുന്നൂർപ്പിള്ളി റോഡും മൂക്കുന്നൂർ ഏടാറ്റുമൂർ റോഡിന് വേണ്ടി മാത്രം, അതുകൂടാതെയാണ് ഈ അടിച്ചിരി മുന്നൂർപ്പിള്ളി റോഡിന് വേണ്ടിയിട്ട് അവിടെയും കോടികൾ മുടക്കി റോഡ് വികസനം നടക്കുകയാണ്.
അപ്പൊ ഈ വികസനം കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ടവരല്ല ഇവിടുത്തെ പൗരന്മാർ. അത് ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ നമുക്ക് അവകാശമുണ്ട്. ഈ അവകാശത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ജനകീയ സമിതിയും ഈ ജനകീയ സമിതിയുടെ ഭാഗമായി ഇവിടെയുള്ള എല്ലാ സാമുദായിക രാഷ്ട്രീയ സംഘടനകളെ ഒരുമിപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ എളിയ ശ്രമം. ഈ ശ്രമത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വയം ചിന്തിക്കുക, ഞാൻ ഈ നാടിനെ സ്നേഹിക്കുന്നവനാണോ, ഈ നാടിനോട് കൂറുള്ളവനാണോ എന്ന് സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ 100 കോടി രൂപ പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന MLA വെറുതെ ഒരു പ്രതിയാക്കിക്കൊണ്ട് ചിത്രീകരിക്കാൻ, അദ്ദേഹത്തോട് ഇത്തിരി അടുപ്പമുണ്ടെന്നുള്ള നിലയ്ക്ക് എന്നെയും അതിൽ പ്രതിയാക്കാൻ, എന്നോട് ചെറിയ സ്നേഹമുള്ള ആളെന്നുള്ള നിലയിൽ CP പോളി അതിൽ പ്രതിയാക്കാൻ സ്വാർത്ഥത കൊണ്ട് മാത്രം, അന്ധമായ അസൂയയും വിരോധവും കൊണ്ട് നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ ഈ നാടിന് ചേർന്ന് നിങ്ങൾ ചെയ്യുന്ന ദോഷമാണ്, ദ്രോഹമാണ്. അത് നിർത്തണമെന്നാണ് ഈ സമൂഹത്തിന്റെ മുഴുവൻ നിങ്ങളോടുള്ള അപേക്ഷ. ഈ അപേക്ഷയെ കണക്കിലെടുത്തുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം കുൽസിത ശ്രമങ്ങൾ നിർത്തണം. നാടിനു വേണ്ടി, വീടിനു വേണ്ടി ആദ്യം ചെയ്യണം. അതുകൂടാണ്ട് ജനിച്ച നാടിനോട് നമുക്കൊരു സ്നേഹം വേണം. ആ നാട്ടിൽ നടക്കേണ്ട യഥാർത്ഥ വികസനങ്ങൾ നടത്തണം. വികസനം നടത്താൻ എന്ന പേരിൽ നടത്തുന്ന സമരാഭാസങ്ങളോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്റെ ഈ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. ഈ നടത്തിയിട്ടുള്ള സമരങ്ങളിൽ ആ സമരം ശുദ്ധമായ ലക്ഷ്യത്തോടു കൂടിയതുകൊണ്ട് അത് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് വലിയ വീരവാദം പറയുന്നതല്ല. ഒരു നന്മ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. ഒരു പൊതുപ്രവർത്തകന് ആദ്യമേ വേണ്ടത് സത്യസന്ധമായ നിലപാടുകളാണ്. നിലപാടുകളിൽ വെള്ളം ചേർക്കരുത്. ചില വ്യക്തിപരമായ വൈരാഗ്യം നമുക്ക് ചിലപ്പോ ഉണ്ടാകും. ഒരു വികസന പ്രവർത്തനം നടക്കുമ്പോ, ഒരു റോഡ് പണിയും അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുള്ള വ്യക്തികൾക്ക് അത് നടപ്പാക്കുന്ന പഞ്ചായത്ത് മെമ്പറോട്, ജനപ്രതിനിധിയോട് ചെറിയ ചെറിയ വിരോധങ്ങൾ തോന്നാം. പക്ഷേ ഭാവിയിൽ അവരത് മറന്ന് ആ വ്യക്തിയെ ബഹുമാനിക്കും. അതാണ് എന്റെ അനുഭവം. ഇപ്പോഴത്തെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനുള്ള വോട്ടിന് വേണ്ടി ഈ നിലപാടിൽ വെള്ളം ചേർത്തുകൊണ്ട് 50 വർഷത്തിന് ശേഷം പോലും നടക്കാനില്ലാത്ത, ഇടയില്ലാത്ത ഈ റോഡ് വികസനം, ആ വികസനം അതിന്റെ പൂർണ്ണതയിൽ നടപ്പിലാക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ ഓരോ പൊതുപ്രവർത്തകനും ഓരോ പൗരനുമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ ആ നിലപാടിൽ വെള്ളം ചേർക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ തയ്യാറാവരുത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി? ജനജാഗ്രതാ സദസ്സ് എന്താണ്? ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പണ്ട് പൗരന്മാരല്ല, പ്രജകളായിരുന്നു. പ്രജകളുടെ കാലം കഴിഞ്ഞു. രാജഭരണം ഇവിടെ അവസാനിപ്പിച്ചു. അവിടെ ജനാധിപത്യമാണ് എന്ന് ഈ സംസ്ഥാനത്തും രാജ്യത്തും നിലവിലുള്ളത്. ആ ജനാധിപത്യത്തിൽ പൗരനുള്ള അവകാശത്തിന്റെ ഭാഗമായി നമ്മൾ ഇതൊക്കെ ഇടപെടണം. ഇനി ഇതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ KPMSന്റെയും SNDPയുടെയും CPMന്റെയും DYFIയുടെയും കൊടിമരങ്ങളും അതിന്റെ സ്തൂപങ്ങളും മണ്ഡപങ്ങളും ഒക്കെ നമ്മുടെ ഈ ജംഗ്ഷനിലുണ്ട്, റേഷൻ കടക്കവരയിൽ. എനിക്കറിയാം അവരൊക്കെ നല്ല മനസ്സോടുകൂടി അത് മാറ്റുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടിക്ക് ശേഷം നമ്മളതെല്ലാം ഒരുമയോടെ നമ്മളതെല്ലാം മാറ്റി നമ്മുടെ ജംഗ്ഷൻ നിങ്ങളൊന്ന് കണ്ണോടിച്ച് വെറുതെ ആ പാലത്തിൽ കയറി നിന്നോട് നോക്കണം. നമ്മൾ അങ്കമാലിയിൽ നിന്നും കരയാമ്പറമ്പ് വഴി എടലക്കാട് കൂടി റോഡിലൂടെ സഞ്ചരിക്കുക. അതിനുശേഷം നമ്മുടെ ജംഗ്ഷനിൽ നിൽക്കുക. ആ ജംഗ്ഷന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ണോടിക്കുക. അവിടെ നമുക്കറിയാം, പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്ത് ബിനോയ് വിൽസിന്റെ വീടുണ്ട്. നല്ല മനോഹരമായ ഒരു വീടാണ് ഇപ്പൊ അദ്ദേഹം വെച്ചിരിക്കുന്നത്. ആ വീടിനോട് ചേർന്നുള്ള ഒരു മതിൽക്കെട്ടുണ്ട്. അത് ഇടിഞ്ഞു നിരങ്ങിക്കിടക്കുകയാണ്. ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കാൻ ആ ചേച്ചിയുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരെ ആവശ്യമുള്ള വീതി എടുത്ത് അത് കെട്ടിക്കോട്ടെ, അല്ലെങ്കിൽ അത് എടുത്തതിന് ശേഷം കെട്ടാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ അതിന് തയ്യാറാണ്. പക്ഷെ ഇതിന് മുൻകൈ എടുക്കാൻ ആരുമില്ല. മുൻകൈ എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ റോഡ് പണിയുടെ ഉത്തരവാദിത്തപ്പെട്ട കൺവീനർ എന്ന നിലയ്ക്ക് പ്രിയ സുഹൃത്ത് ജോണി മൈപ്പാനാണ്. അപ്പൊ അദ്ദേഹത്തോട് ഞങ്ങൾ ഇപ്പോ വയ്ക്കുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്, ഈ റോഡുമായി ബന്ധപ്പെട്ട അന്ന് അലൈൻമെന്റിൽ ഉണ്ടായിട്ടുള്ള കൃത്യതയോടെയുള്ള കമ്പിയടിച്ചുള്ള ആ അതിർത്തികൾ അത് കൃത്യമായി
അത് എടുക്കപ്പെടുന്നു. ആ അതിർത്തിയിൽ വെച്ചാണ് റോഡ് കെട്ടി പണിയുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമം നമുക്കുണ്ടാകണം. അത് അദ്ദേഹത്തെ മാത്രം ഞാൻ കരുവാക്കി പറയുന്നതല്ല, അദ്ദേഹത്തോട് ഞങ്ങൾ MLA-യുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ ഞാൻ അദ്ദേഹം അടുത്തടുത്താണ് ഇരുന്നത്. ഞാൻ അദ്ദേഹത്തോട് അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് ഉറപ്പാക്കണം. അത് നമ്മുടെ വരും തലമുറയോട് ചെയ്യുന്ന നമ്മുടെ കടമയാണ്, അല്ലാതെ അവതാരമല്ല. ഇനി നമ്മുടെ കാലങ്ങളൊക്കെ എന്തൊക്കെ ആയി, ഒരു തലമുറ ഇനിയും ഇവിടെ വരുന്നു. ആ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ. അതിന് ഈ ഏറ്റവും വേണ്ടത് നാടിന് ആവശ്യമെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ സമൂഹത്തിൽ ഒരു ഐക്യമുണ്ടാകണം. പാർട്ടിയും ആശയങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്, മത വിശ്വാസങ്ങളും പലതാണ്. പക്ഷെ ഇതിനൊക്കെ പുറമെയാണ് നാടിന്റെ ഒരു വികസനവും ഐശ്വര്യവും. ആ ഐശ്വര്യം ഉണ്ടാകുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊതുകാര്യങ്ങളിൽ ഒരുമിക്കുമ്പോഴാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഏഴാറ്റുമുഖത്ത് നമ്മുടെ വന്യമൃഗങ്ങൾ, ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ വന്ന് അവിടെ ശല്യമുണ്ടാക്കി. അവിടെ നമ്മൾ സർവകക്ഷി യോഗം നടത്തി. ആ സർവകക്ഷി യോഗത്തിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പാർട്ടിക്കാരും അവിടെ പങ്കെടുത്തു. അത് ഒരുമയോടെ നടത്തപ്പെട്ടു. ആ യോഗത്തിൽ ആരും പോകരുതെന്ന് ഇവിടെ ആരും ആവശ്യപ്പെട്ടില്ല. എന്തുകൊണ്ടാണ്? ഇത്തരം വിഷയങ്ങളിൽ ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഒരു ഐക്യമുണ്ടാകണം. ആ ഐക്യത്തിലൂടെയാണ് ഇവിടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് തന്നെയല്ലേ മുന്നൂർപ്പള്ളിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഒരുമ പാടില്ല എന്ന് ചിലർ വാശി പിടിക്കുന്നു. മുന്നൂർപ്പള്ളിയെ സ്നേഹിക്കുന്ന ഈ നാട് പ്രാദേശികവാദമല്ല. ഈ മുന്നൂർപ്പള്ളി നാടിൽ വികസനം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നന്മയാണ്. ആ നന്മയ്ക്ക് തടസ്സം നിൽക്കരുതെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ള വർക്കുകൾ ഇത് നിങ്ങളൊന്ന് പരിശോധിക്കണം. ഈ കറുകുറ്റി പഞ്ചായത്തിൽ നടത്തപ്പെട്ടിട്ടുള്ള എത്രയോ റോഡുകളുടെ വികസനമുണ്ട്. കരാമർമ്മത്തിൽ നിന്നും നമ്മുടെ ഈ അഡ്ലക്സിന്റെ കേബിൾ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങുന്ന പന്തയ്ക്ക് വരെയുള്ള വഴി, ആ വഴിയിൽ 60ഓളം പേരുടെ മതിൽ പൊളിച്ച് ആ മതിൽ അവിടെ കെട്ടിക്കൊടുക്കാൻ അവിടുത്തെ പ്രാദേശികമായി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി അവരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഫണ്ട് കൊണ്ടാണ് അത് കെട്ടിക്കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അവിടെ സർക്കാർ ഫണ്ട് കൊടുത്തില്ല, കോൺട്രാക്ടർ കെട്ടിക്കൊടുത്തില്ല, പക്ഷേ ആ ജനകീയ സമിതി അവിടെ കെട്ടിക്കൊടുത്തു. അത് തന്നെയാണ് ആഴകം കറുകുറ്റി റോഡ്, കറുകുറ്റി പള്ളിയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ റോഡ്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ആ പരിപാടി കറുകുറ്റി പള്ളിയുടെ പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പോൾ ഞാനതിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം MLA-യുടെ നേതൃത്വത്തിൽ ജനകീയ യാത്ര നടത്തി. ആ യാത്രയിൽ ഞാൻ പങ്കാളിയായി. ഇതൊക്കെ ഒരു സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ എവിടെ റോഡ് വന്നാലും അത് നമ്മൾക്ക് കൂടി ഗുണപ്രദമാണെന്ന ചിന്ത നമുക്കുണ്ടാകണം. ആ ചിന്തയിൽ നിന്നും അവരെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമ്മൾ ആലോചിക്കണം. അവിടെയും ഇതുപോലെ 40 പേര് അവരുടെ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് ആ റോഡിന് വീതി കൂട്ടാൻ അവർ സമ്മതിക്കുകയുണ്ടായി. ഇത് തന്നെയായിരിക്കണം മുന്നൂർപ്പള്ളിയിലും. നമ്മളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പൊളിച്ചു മാറ്റാനുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റി നമ്മുടെ വിചാര മനസ്സ് നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് അധികാരികളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാൻ സാധിക്കും. അങ്ങനെ പിടിച്ചു വാങ്ങേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം കൃത്യമായ ഇടപെടൽ MLA-യും മന്ത്രിയും ചെറിയൊരു തടസ്സം വരുന്നു എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഈ അസംബ്ലിയിൽ സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ ഉടനെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് യോഗം വെച്ചു. ആ യോഗത്തിൽ വെച്ചാണ് ഇതിന്റെ പണി വീണ്ടും തുടങ്ങാനും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശം മന്ത്രി കൊടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വേഗം പണി നടക്കുന്നത്. അപ്പൊ ഇതിൽ രാഷ്ട്രീയമില്ല. നല്ലത് കണ്ടാൽ അത് പറയാനുള്ള നല്ല മനസ്സുണ്ടാകണം. ഈ നാട്ടിലുണ്ടാകുന്ന ഈ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ സാധിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തൊഴിലൊന്നും ഇല്ലാഞ്ഞിട്ടില്ല. നിരവധി തിരക്കുകൾ പരിപാടികളുള്ളവരാണ് ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാ നല്ല മനസ്സോടുകൂടി എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഈ പരിപാടി നമ്മൾ പൂർണ്ണതിലെത്തണമെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. നമ്മുടെ ഈ മുകളിലെ ജംഗ്ഷനും ഈ ജംഗ്ഷനുമായി ബന്ധപ്പെട്ട പണികൾ വരുമ്പോൾ ഇവിടെയും മാക്സിമം വീതിയിൽ എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ ഈ റോഡുകളുടെ പൂർണ്ണതയിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ, ഈ പഞ്ചായത്ത് മെമ്പറായാലും നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കം MLA-യും
എല്ലാം നമ്മോടൊപ്പമുണ്ട്. അവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ പരിപാടി പൂർണ്ണതയോടെ സമ്പൂർണമായി നടത്തപ്പെടാൻ എല്ലാ പ്രാദേശികമായിട്ടുള്ള മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയുള്ള ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 ആഴ്ചകളായി ചർച്ചകളും സമരങ്ങളും പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 വ്യക്തികൾ, എൻ്റെ പേഴ്സണൽ ബന്ധമുള്ള 2-3 വ്യക്തികൾ ഈ മുന്നൂർപ്പള്ളി റോഡിൻ്റെ വികസനങ്ങളിൽ തടസ്സം നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ.ഡി. പോളിയും യൂണിയൻ്റെ ട്രഷറായിരുന്ന പോളിച്ചേട്ടനുമാണ്. ഇവരൊക്കെ സംസാരിച്ചു, വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു വരും. പക്ഷെ ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഇത് പല വ്യക്തികളും നമ്മളോട് സംസാരിച്ചപ്പോൾ നമുക്കതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം, നമുക്കതൊരു വ്യക്തത വേണം. രാഷ്ട്രീയ രംഗത്ത് വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ആളുകളുണ്ടാവും. ഞാനത് മൈൻഡ് ചെയ്യുന്ന ആളൊന്നുമല്ല. ആരെന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ടു കമ്മ്യൂണിക്കേഷൻ, സത്യസന്ധമായിട്ട് സംസാരിച്ച് സത്യസന്ധ നിലപാട് കൊത്തി പോകുന്ന ആളുകളാണ്. അതിൻ്റെ പേരിൽ എനിക്ക് കുറേ ശത്രുക്കളും ഉണ്ടാവും. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു ചുരുക്കും, നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട് 2-3 ആഴ്ചകൾക്ക് മുൻപ് പൊക്കത്തെ കവലയിൽ സമരം നടത്തി പാല് ഒരുപാട് പൊക്കം കുറവാന്ന് പറഞ്ഞു. പാല് ഒരുപാട് പൊക്കി. നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പാല് ഒരുപാട് പൊക്കി. ഇല്ല, കുന്തത്തുമ്മ കയറിയിരിക്കുന്ന പോലത്തെ പാലാണ്. ഈ 5ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 7ാം ക്ലാസ്സും പഠിച്ചവരാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്. രാഷ്ട്രീയക്കാരൻ ഡയറക്ഷൻ സമരം നടത്തുന്ന ആളുകൾ. എഞ്ചിനീയർമാർക്ക് പ്രസിദ്ധിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പുകത്ത കവർക്കയിലെ പാലം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയപ്പോൾ കണ്ടു. പുകത്ത പാലത്തിൻ്റെ അവസാനം തന്നെ 1.5 അടിയിൽ താഴെ വയ്ക്കേണ്ടതായിരുന്നു. ഇപ്പം എന്താണ് അവസ്ഥ? ആ പാലത്തിൻ്റെ ഒപ്പം തന്നെ CP പോളിച്ചേൻ്റെ അടുത്ത് പാലം പൊളിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം. ഞാൻ കഴിഞ്ഞ ദിവസം യൂണിയൻ കമ്മിറ്റിയിലൊക്കെ ഞാൻ പാർട്ടി ഉത്തരവാദിത്ത ഭാരവാഹിയാകുന്നുണ്ട്. അദ്ദേഹം സമ്മതിച്ചു. പിന്നെയും എൻ്റെ സ്ഥലം എന്തോരം പണി വിട്ടുതരാം. ഞാൻ വാർഡ് കമ്മിറ്റിയിലെ പാർട്ടിയുടെ ബന്ധപ്പെട്ട വേദികളിലൊക്കെ സംസാരിച്ചു. അവരൊന്നും ബുദ്ധിമുട്ടില്ല. പോളിച്ചേട്ടനും പോളി സംസാരിച്ചു. പോളിക്കും ഒബ്ജക്ഷൻ ഇല്ല. ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അതോടുകൂടി ഒരു വായടങ്ങും. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, സാമൂഹ്യ രംഗത്ത് വ്യക്തിപരമായ ഇഷ്ടക്കുറവുകൾ ചേർത്തിണക്കാൻ വേണ്ടിയിട്ട് വ്യക്തിപരമായ ഇഷ്ടക്കുറവുകൾ കോർത്തൊരുക്കിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ മുന്നൂർപ്പള്ളി നടക്കുന്നത്. പലമറി ഗ്രൂപ്പ് റോഡ് എന്ന് പറയും. ഞാൻ വളരെ സിൻസിയറായിട്ട് പ്രവർത്തിച്ച് സംസാരിക്കുന്ന ആളാണ്. ഇന്ന് പോളി സംസാരിച്ച്, പോളി നേരത്തെ ഞാൻ പറയുന്നതിന് മുന്നൊക്കെ ഡീപ്പായിട്ട് സംസാരിച്ചു. ഞാൻ പോളിയോട് പറഞ്ഞ പോളിയെ പറ്റിയും CP പോളിച്ചേട്ടനെ പറ്റിയും വ്യാപകമായ ആക്ഷേപമാണ്. ഒരു വിശദീകരണ യോഗം വെക്കണം. അപ്പം അതിന് വിശദീകരണ യോഗം വെക്കുന്നതിന് ആർക്ക് തടസ്സം? പോളിയായി കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തു. നമ്മൾ റോഡ് വികസനം നടത്തുന്നതിൽ താഴത്തൊക്കെ CP പോളിച്ചേൻ്റെ പാലം പൊളിക്കുന്നതിലൊന്നും ആരും ഇഷ്ടക്കുറവില്ല. പിന്നെ എന്താണ് വികസനം? താഴത്തെ കവലയ്ക്ക് എന്താണ് പ്രശ്നം? താഴത്തെ കവല നിങ്ങൾ കണ്ട? നിങ്ങൾ എത്ര പേര് കണ്ടു? സജീവായിട്ട് പറഞ്ഞു എത്ര രാഷ്ട്രീയക്കാരുണ്ടായി? ഈ അയ്യപ്പൻ ചേട്ടൻ്റെ അവിടെ നിന്നും ജെയിംസിന്റെ അവിടെ നിന്നും വീടിന്റെ അവിടെ നിങ്ങൾക്ക് 2 ബസ് വന്നാൽ ഒപ്പത്തിനൊപ്പം പോകുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ അടിച്ചിലിന്ന് പോരുന്ന സ്ഥലം എവിടെയാ? അടിച്ചിലിന്ന് പോരുന്ന വീതി എവിടെ എത്തി? എൻ്റെ സുഹൃത്തുനിന്ന് വൈകുന്നേരം എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു കണ്ടേടെ സന്തോഷിന്റെ വീടിന്റെ അവിടം വരെയും വീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള വീതി ഇവിടേക്ക് എന്തുകൊണ്ട് വന്നുകൂടാന്ന് ചോദിച്ചാൽ സംസാരിക്കാം. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഞാൻ സ്നേഹം കൊണ്ട് പറയാണ്, എൻ്റെ ബന്ധമുള്ള സുഹൃത്തുക്കളുണ്ടാവും. പക്ഷെ ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് പറയാണ്, സർക്കാർ ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പട്ടയം തന്നിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും പട്ടയം തന്നിട്ട് പുറമ്പോക്ക് ഭൂമിയിൽ പട്ടം തന്നിട്ടുണ്ടെങ്കിൽ സർക്കാർ നിങ്ങളുടെ ഭൂമികൾ അറ്റാച്ച് ചെയ്യാനായിട്ട് സർക്കാരിന് അധികാരമുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിക്കോളൂട്ടാ. നിസാര കേസല്ല. എൻ്റെ പട്ടയഭൂമിയാണ്, എൻ്റെ സ്ഥലം എടുക്കാൻ പറ്റില്ലെന്നില്ല. ചില കേസുകളിൽ പൈസ കിട്ടും, ചില കേസുകളിൽ പൈസ കിട്ടൂല. സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരും. വ്യാപാരി വ്യവസായയുടെ പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ റീസെൻ്റ് പറഞ്ഞു, പിന്നെ എൻ്റെ സ്ഥലം അങ്ങനെ പോവുകയാണെങ്കിൽ അടിച്ചിരിന്നുള്ള സ്ഥലം വിട്ടുകൊടുക്കണം, എൻ്റെ സ്ഥലം പോവുകയാണെങ്കിൽ എനിക്ക് ഒബ്ജക്ഷൻ ഒന്നുമില്ല, ഞാൻ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം മാതൃകമായ അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളോട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഇവിടെ കാലത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 മീറ്റർ 2 സൈഡിൽ 1.5 മീറ്റർ തോട് വെച്ചിട്ടുണ്ടെങ്കിൽ അവസരത്തിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം പൊക്കാണെങ്കിൽ, നമ്മുടെ ഈ വഴിയോടൊപ്പം പൊക്കാണെങ്കിൽ ഉണ്ടാവുന്ന ഗുണം എന്താ? ഈ 1.5 മീറ്റർ അപ്പുറത്തോ ഇപ്പുറത്തോ 1.5 മീറ്റർ റോഡിന്റെ വീതിയും പൊക്കാണെങ്കിൽ നല്ല ടൈറ്റ് ചെയ്യണോട്ടോ. വെറുതെ കമ്പ്ലീറ്റ് വാർത്തകൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോറിക്ഷ ഇടാം. അപ്പം നമുക്ക് 3 മീറ്ററോട് കൂടി 8, 2, 10, 11 മീറ്റർ ആവും.
പിന്നെ ഈ കേസുകളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കേസുകളിൽ ഈ കേസുകളിലൊക്കെ കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് എടുത്ത് MLA യും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ വാർഡ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളോട് കട്ട വിരിച്ചു, കട്ട പൊളിക്കുന്ന കേസുകൾ സംസാരിച്ചു. കട്ട പൊളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ മെമ്പറോട് നൽകി ജോണി മൈപ്പാട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ബെന്നി ഇത് 5 വർഷത്തോളം ഗ്യാരണ്ടിയുള്ള റോഡ് ടാർ ചെയ്യാൻ പറഞ്ഞു. 5 വർഷത്തോളം റോഡ് അദ്ദേഹം പറഞ്ഞതോട് ഞാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിയോജിപ്പ് അദ്ദേഹത്തോട് ഞാൻ പറയാണ്. ഇപ്പം നമ്മളിപ്പോൾ മെയ് മാസം പകുതി കഴിഞ്ഞു. ഈ മെയ് മാസം പകുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കട്ട പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയാൻ പോകുന്നത് 6 മാസം കണ്ട രംഗം മൊത്തം മോശമായി പോകും. ടാറ് ചെയ്യുന്നുണ്ടെങ്കിൽ മേരിമാതയുടെ സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിടത്തോളം അവരെല്ലാം അവിടുന്ന് പൊളിച്ചിടും. സ്ട്രൈറ്റ് ഫോർവേഡ് ടു കമ്മ്യൂണിക്കേഷൻ, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു കാര്യം അവർ ചെയ്യാറില്ല. അവർ നിങ്ങൾക്ക് അറിയാണ്ട് സീക്കാടിൻ്റെ ഇപ്പുറത്ത് തോട്ടപ്പടിക്ക് ഒരു പാലം പൊളിച്ചിട്ട് 2 വർഷത്തോളം കിടന്നു. സ്റ്റേ ഉണ്ടായ പല പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മളതൊന്നുമല്ല. എനിക്ക് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായ ഇഷ്ടക്കുറവില്ലാണ്ട് മൈപ്പാൻ ജോണി മെമ്പറായിരിക്കും. മെമ്പർ എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണിയോ ഈ പണിയുടെ കേസുകളിൽ അവർ ചെയ്ത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഈ കട്ട പൊളിച്ച് കളയാണെങ്കിൽ കട്ട പൊളിച്ച് കളഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. കട്ട പൊളിച്ചിട്ട് ടാറിങ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വ്യക്തിപരമായ ഇഷ്ടക്കുറവുണ്ട്. അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു വയ്ക്കണ്ട. കട്ട പൊളിച്ച് അന്ന് ചെയ്തു. അന്ന് ഇന്നസെന്റ് MP ആയിരിക്കുന്ന സമയത്ത് ചെയ്ത സംവിധാനമാണ്. പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തളകും പൊളകും മതി കിടക്കുന്നുണ്ട്. ആയിക്കോട്ടെ, അത് ടാർ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വർഷം ഗ്യാരണ്ടി ഉണ്ടാവും. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ വെറുതെ ഇഷ്ടക്കുറവുണ്ടാക്കി ആരാണ് ശരിയാണ്, ആരാണ് പൊയ്യണത്? AD പോളിയാണോ, മണശ്ശേരി പിന്നെയാണോ, അല്ലെങ്കിൽ CP പോളിയാണോ? നമ്മൾ അങ്ങനത്തെ കാഴ്ചപ്പാട് നമുക്ക് വേണ്ട. നിങ്ങളോട് സ്നേഹം കൊണ്ട് എനിക്ക് പൊതുപ്രവർത്തകരോട് പറയാനുള്ളത്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ പറയാനുള്ളത്, സിൻസിയർ ഫാക്ട് ടു കമ്മ്യൂണിക്കേഷൻ പറയും. സത്യസന്ധമായ നിലപാട് നിർത്തി പോകാം. ഞാനത് നിലപാടത്തിൽ പോകാൻ തുടങ്ങിയിട്ട് എനിക്ക് കാശ് കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാശ് കൊടുക്കുന്നുണ്ട്. ഞാനത് പറയാം, ഞാൻ പണി ചെയ്യുന്ന കാഴ്ചൻ്റെ ഒരു വീതം കണക്കാക്കി ഇന്നും പൊതുപ്രവർത്തനം ചെലവാക്കുന്ന ആളാണ് ഞാൻ. ഒരാളുടെ ഒരു രൂപയും പഠിക്കാറില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ, സത്യസന്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതിൽ ഇപ്പൊ വ്യാപാരി വ്യവസായ പറയും പറഞ്ഞു ബെന്നി അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. എന്താണ് ചെയ്യണത്, ഇത് കട്ട പൊളിച്ചിട്ട് എന്താ ചെയ്യണമെന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വന്നല്ലേ തോന്നുന്നു. ആയിക്കോട്ടെ, ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ട ആരാണ്? ക്ലാരിഫിക്കേഷൻ പരസ്യമായിട്ട് പറയേണ്ടത് വാർഡ് മെമ്പറും MLA യും ബന്ധപ്പെട്ട ആളുകളിന് അല്ല വാർഡ് മെമ്പർക്ക് പറയാം. MLA പറഞ്ഞായിക്കോട്ടെ 5 വർഷം ഗ്യാരണ്ടിയുള്ള റോഡായിട്ട് ചെയ്യണേ, അപ്പോൾ അവന് ചെയ്യുന്നു ജോണി മൈപ്പാട് പറഞ്ഞു. അപ്പോൾ ബന്ധപ്പെട്ട ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ആരും പേര് പറഞ്ഞ് ആക്ഷേപിക്കാൻ പറ്റില്ല. നമ്മുടെ പൊതുസമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രയാണത്തിൽ പക്ഷം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടക്കുറവ്